നേരത്തെ നമുക്ക് വേണ്ട കുറച്ച് അവിലല്ലേ വറുത്തത്. അപ്പോൾ ഇത് തോന്നി നല്ല ഇല്ലെങ്കിൽ കിട്ടണം, അതിനായിരുന്നു നോക്കാൻ വേണ്ടി വന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാർ ഇന്നേ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കണത്. എപ്പോഴും ഉണ്ടല്ലോ രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കാറ്. അപ്പോൾ ഇടയ്ക്കൊന്ന് വൈകുന്നേരങ്ങളിലെ വിശേഷങ്ങളും ആവാം അല്ലേ. അപ്പോൾ ഇന്ന് മക്കൾ വരാനാകുമ്പോഴത്തേക്കും എന്താ ഇപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിൽ വറക്കാമെന്നാണ് വിചാരിക്കണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അവർ നല്ല ടേസ്റ്റാണ്. കറുമുറേനെ ഇങ്ങനെ തിന്നാൻ അതാണ്. മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ ഉറക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളായി അവരൊക്കെ വാങ്ങിയിട്ട്. ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിലൊക്കെ വറുത്തു. അവിൽ വറുത്തതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയും ചിരകിയതും അതുപോലെ തന്നെ ശർക്കര ഒന്ന് ഇങ്ങനെ കത്തി വെച്ച് ചിരകിയതൊക്കെ കൂടെ ചേർന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മറന്നുപോയി, കിച്ചുമോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അവളവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനും വേഗം വന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. പിന്നെ കിച്ചുമോള് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവൾ വരുന്നൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ വിട്ടുപോയി, മറന്നു. അവൾ വന്നപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവളോടൊപ്പം അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്രിസ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ വറുത്തെടുത്ത് അവലാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഞാനും കിച്ചുമോളൊക്കെ ചായ കുടിച്ചു. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. കിച്ചുമോള് ചായ കുടിക്കുകയാണേ. അപ്പോൾ അവിൽ തികഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്തു, അവിലൊക്കെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ അവിലും വറുക്കുകയാണേ, കണ്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നമുക്ക് വേണ്ട കുറച്ച് അവിലല്ലേ വറുത്തത്. അപ്പോൾ ഇത് തോന്നി അവിലൊക്കെ വറുത്ത് വെക്കാം. ഇപ്പോഴും അങ്ങനെ വേണമെങ്കിൽ അയ്യോ ഞാനൊന്നും അങ്ങോട്ട് പോയ സമയത്ത് അടിയൊന്നും ഇതായി പോയിട്ടോ, കരിഞ്ഞത്. ഞാനും എടുത്തു അവളും എടുത്ത് കഴിഞ്ഞപ്പോൾ തത്തക്കില്ല, ഇനി വേറെ ഉണ്ടാക്കുകയാണ്. ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ മക്കൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അലക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അലക്കാട്ടത്. അപ്പോൾ ഈ നേരത്തെ കുളിയും കഴിഞ്ഞു, വിളക്കൊക്കെ വെച്ചു. മുകളിലൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. പിന്നെ 6 മണി ആയിട്ടുണ്ട്, പക്ഷേ നല്ല വെളിച്ചം. ടാങ്കിൽ വെള്ളം എത്ര ഉണ്ട് ഒന്ന് പോയി നോക്കട്ടെ മുകളിൽ കേട്ടോ. ഇല്ലെങ്കിൽ ഇടേണ്ടി വരും. ഉണ്ടോ മുകളിലേക്ക് ടാങ്കിൽ വെള്ളം എത്ര ഉണ്ട് എന്നറിയില്ല. ഇപ്പുറത്തേക്ക് ഞങ്ങളെ മുകളിലേക്കൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. അവിടെ മുകളിലേ
അപ്പം മുകളിൽ വന്നു ഗൈസ്. ഞങ്ങൾ ടാങ്കിൽ വെള്ളം നോക്കാൻ വന്നാണ്. നോക്ക് എത്ര ഉണ്ട് നോക്കട്ടെ. ചെറിയുണ്ട്. ഓക്കെ, ആ ഉണ്ടല്ലേ വെള്ളം. ഓക്കെ, വെള്ളം നോക്കാൻ വേണ്ടി വന്നാ ഗൈസ്. ഇവിടെ നല്ല ഭംഗിയല്ലേ കാണാൻ അങ്ങോട്ട്. ഈ വീട് ഭയങ്കര ഇഷ്ടമാട്ടോ ഗൈസ്. കണ്ടോ, ഈ വീട് ഒരു പ്രത്യേക പഴയ ഒരു ഗ്രാമീണത ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ വീട് കാണാൻ. ഞാൻ ഇവിടെ എന്നാൽ ആ വീട്ടിൻ്റെ അവിടേക്ക് ആദ്യം നോക്കുക ഉള്ള വീട്. അപ്പം ഇനി പോട്ടെ കേട്ടോ. വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഇല്ലെങ്കിൽ കിട്ടണം. അതിനായിരുന്നു നോക്കാൻ വേണ്ടി വന്നത്. ഗൈസ്, ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് കഞ്ഞി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ കേട്ടോ. നമ്മുടെ സ്ഥിരം കഞ്ഞിയായ ചെറുപയർ കഞ്ഞി വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചാണ് കേട്ടോ ചെറുപയറും അരിയെടുത്ത് കഞ്ഞിക്ക് വെള്ളം വെച്ചത്. കാരണം ചോറ് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിരിക്കും കുട്ടികൾ മുട്ട എന്തെങ്കിലും ഓംലേറ്റ് അടിച്ചിട്ട് ആ സമയത്ത് കുറച്ച് ചോറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കഞ്ഞി വെച്ചു കേട്ടോ. അങ്ങനെ അതിനിടയിൽ പിന്നെ അലക്കാനിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ മുകളിലൊന്ന് കൊണ്ടുപോയി വിരിച്ചിടട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് അലക്കി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്ത് അലക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ. മക്കൾ വന്നാൽ അവർക്ക് ഡെയിലി യൂണിഫോം അല്ലേ, അപ്പോൾ അതാണ് വൈകുന്നേരത്ത് ഇടാൻ വേണ്ടി നിന്നത് കേട്ടോ. അങ്ങനെ വെച്ചു. നമുക്കിവിടെ കല്ലില്ലാത്തത് കൊണ്ടേ അങ്ങനെ തുണികളൊക്കെ കൊണ്ടുപോയി വിരിച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ചെറിയ പപ്പടം ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ചൊന്ന് കാച്ചി വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ 2 ഓംലേറ്റും ഉണ്ടാക്കണം. അപ്പോൾ കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി എടുക്കുക. രാവിലത്തെ കുറച്ച് ചോറിൻ്റെ ബാക്കിയുണ്ട്. ചോറ് വേണ്ടവർക്ക് ചോറ് കൊടുക്കുക. പിന്നെ കുറച്ച് സാമ്പാർ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ കറികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് കറിയായി. സാമ്പാറും പപ്പടവും മുട്ട ഓംലേറ്റും പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കറിയായി. ഇപ്പോൾ ചോറുണ്ണാൻ ഇഷ്ടം പോലെയായി. അപ്പോൾ നമ്മൾ പപ്പടം കാച്ചിയത് വെളിച്ചെണ്ണയിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ മുട്ട ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ചട്ടിയിലേക്ക് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അതിൽ എണ്ണ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു കുഞ്ഞ് പാൻ എടുത്തിട്ട് അതിൽ മുട്ട ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ 2 മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി. ഇനി മുട്ടയൊക്കെ മക്കൾ തിന്നുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഓരോ തോന്നലാണ്. തിന്നു അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാർ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാനും കഞ്ഞി കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മക്കളിതാ അവർക്ക് വേണ്ടതൊക്കെ എടുത്ത് അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാത്രിയിലെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറിനലും കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഉള്ള പരിപാടി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഇനിയിപ്പോൾ അടുക്കള ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2 ഡ്രസ്സ് തയ്ക്കാണ്ടിരുന്നിട്ട് മകളത് അതൊക്കെ തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.